ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഒഴിച്ചുകറിയാണ്. ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ കറി. ചോറിൻ്റെ കൂടെയാണ് വളരെ നല്ല കോമ്പിനേഷൻ, പക്ഷേ പുട്ടിനും ചപ്പാത്തിക്കും കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പരിപ്പ് കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്യാരറ്റ് പരിപ്പ് കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് 1/2 കപ്പ് തുവരപ്പരിപ്പ് ഞാനൊരു 10 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അധികം സമയം വെള്ളത്തിലിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഈ പരിപ്പ് കുക്കാവുന്നതാണ്. പിന്നെ നമ്മളൊരു 3/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, 2-3 ഉള്ളി, 4 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില. ഈ ഒരു പരിപ്പായതുകൊണ്ടാണ് ഞാനിതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിയിൽ ക്യാരറ്റ് ഒരുപാട് ഉടഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കാം, അതിനുശേഷം എല്ലാം ചേർത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറുമയ്ക്കൊക്കെ കട്ട് ചെയ്യില്ലേ, അതിനേക്കാൾ കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് ഉടഞ്ഞു പോരുതല്ലോ. അപ്പോൾ നമുക്കിനി കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും, ക്യാരറ്റിൻ്റെ മധുരം കുറയ്ക്കാനാണ് നമ്മൾ പച്ചമുളക് ക്യാരറ്റിൻ്റെ കൂടെ തന്നെ കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ചേർക്കാം. പരിപ്പും ക്യാരറ്റ് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടിയാണ് ഞാൻ ചേർക്കുന്നത്. ക്യാരറ്റിനും പരിപ്പിനും ആവശ്യമായിട്ടുള്ള വെള്ളം കേട്ടോ. കൂടുതൽ പരിപ്പിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി വല്ലാതെ കുറുകിപ്പോവും. അതുകൊണ്ടാണ് 1/2 കപ്പ് പരിപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ചേർത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ആ കുക്കർ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ വരുന്നത് വരെയാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പനുസരിച്ച് 1-2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അരപ്പ് റെഡിയാക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി, 4-5 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് നല്ല ജീരകമാണ്, 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട, കുറച്ച് വെള്ളത്തിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി അരപ്പ് മാറ്റി വയ്ക്കാം. ക്യാരറ്റൊക്കെ കുക്കായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ക്യാരറ്റും പരിപ്പും എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ ഈ കറിയിൽ, കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇളക്കി വരുമ്പോൾ തന്നെ പരിപ്പൊക്കെ ഉടഞ്ഞു വരും, ക്യാരറ്റും ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോവും. ഇത് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയാണ്. അരപ്പൊക്കെ ചേർത്ത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ക്യാരറ്റ് ഉടച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒടിഞ്ഞു പോയി. അപ്പോൾ ക്യാരറ്റ് ഉടച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് ഉടച്ചു കൊടുക്കണ്ട, പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് ഉടയ്ക്കുന്നില്ല, ചെറുതായിട്ട് ഉടയ്ക്കുന്നുള്ളൂ.
പരിപ്പിൻ്റെ ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഉടയ്ക്കാതിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ, നന്നായിട്ട് ആവി വരണം കറിയിൽ നിന്ന്. അതുവരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ കറിക്ക് കളർ കുറവായിരിക്കും, അപ്പോൾ കളർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യവും കൂടി ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയല്ലേ ചേർത്തുള്ളൂ. എരിവുണ്ടാവും ആവശ്യത്തിന്, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ആവി നന്നായിട്ട് വരണം, ഒരുപാട് തിളച്ചു പോകരുത്. ആ രീതിയിൽ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക. എല്ലാ ഒഴിച്ചുകറികളും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സാധാരണ ആവി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അത് തന്നെയുള്ളൂ ഇതിലും കാര്യം. പിന്നെ എരിവ് ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് ചേർക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എരിവും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഞാനിത് ഇറക്കി വയ്ക്കാൻ പോവാണ്. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. വറവ് ചേർക്കാനായിട്ട് വേറെ പാൻ വയ്ക്കാം. പാനൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കടുക്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ചേർക്കാം. ഇനി ഉള്ളിയുടെ കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലാതെ ഡാർക്ക് ബ്രൗൺ ആവണ്ട, ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ ആ കരിഞ്ഞൊരു വരും, കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളി അധികം ഡാർക്ക് ബ്രൗൺ ആവണ്ടെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. നമ്മുടെ കറിക്ക് ഒരു കളർ ഉണ്ടാവാനാണ് നമ്മൾ ഇതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ മുളക് പൊടി ചേർക്കണം, ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണെങ്കിൽ ആ എണ്ണയുടെ ചൂടിലിരുന്നിട്ട് മുളക് പൊടി കറക്റ്റായിട്ട് കുക്കായി വന്നോളും, കരിഞ്ഞു പോവില്ല. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ വറവ് കറിയിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്യാരറ്റ് പരിപ്പ് കറി റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ ഒരു കറി ഒരു അരമണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു വന്നിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കറിയുടെ കൺസിസ്റ്റൻസി ഉണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇതൊന്നുകൂടി ഒന്ന് തിക്കായി വരും. നമുക്ക് ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന കറക്റ്റ് പാകത്തിലായി വരും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. അതുപോലെ മറക്കാതെ ഒരു ലൈക്കും തരിക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.